മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് തമിഴ്നാട് ആരംഭം കുറിച്ചു. ആദ്യം കേരളം അറ്റകുറ്റപ്പണികൾക്കായി അനുമതി നിഷേധിച്ചെങ്കിലും അറ്റകുറ്റപ്പണികളുടെ വിശദാംശങ്ങൾ തമിഴ്നാട് നൽകിയതോടെയാണ് അനുമതി നൽകിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഡിസംബർ 11 കേരളം അനുവാദം നൽകിയത്. അറ്റകുറ്റപ്പണികൾക്കായി കേരളത്തിന്റെ അനുമതിയില്ലാതെ ഡിസംബർ 4 തമിഴ്നാട് സാധനങ്ങൾ എത്തിച്ചത് കേരള വനംവകുപ്പ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ തടഞ്ഞിരുന്നു. ഡിസംബർ 12 വൈക്കത്ത് തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ എത്തുന്നതിന് തലേന്ന് അറ്റകുറ്റപ്പണികൾക്ക് കേരളം പിന്നീട് അനുമതി നൽകി. കമ്പത്തു നിന്നുള്ള പെരിയാർ ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് ജോലികൾ നടക്കുന്നത്. അണക്കെട്ടിലെ സ്പിൽവേ ഷട്ടർ, പ്ലേറ്റുകളുടെ മാറ്റം, പെയിന്റിംഗ്, ക്വാർട്ടേഴ്സിന്റെയും കെട്ടിടങ്ങളുടെയും നവീകരണം എന്നിവയാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ 126.3 അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ്. ഇടുക്കി വിഷൻ, കുമളി.